ഈ കഥ തുടങ്ങുന്നത് തൃച്ചി ബൈപ്പാസിനടുത്തുള്ള ഒരു കാടിൽ നിന്നാണ്. രാത്രിയിലെ പെട്രോളിങ്ങിനിടയിൽ 2 പോലീസുകാരുടെ ജീപ്പ് ബ്രേക്ക് ഡൌൺ ആവും. എന്താണ് കംപ്ലൈന്റ് എന്നറിയാൻ അവർ പുറത്തേക്കിറങ്ങും. കുറച്ചകലെയായി ആരോ ഇരിക്കുന്നത് മനസ്സിലാക്കിയ അതിൽ ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് നടന്ന് ടോർച്ച് തെളിച്ചു നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ കഴുത്തു മുറുക്കി കൊന്നിരുത്തിയിരിക്കുന്നു. പെട്ടെന്ന് ആ കാഴ്ച കണ്ട് ഭയന്ന് പോലീസുകാരൻ പിന്നിലേക്ക് ഓടി. അവർ ഈ കാര്യം മേലുദ്യോഗസ്ഥരെ അറിയിക്കും. ഇതാണ് അസിസ്റ്റന്റ് കമ്മീഷണർ രാംകുമാർ. രാംകുമാറിനോട് മറ്റൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, 3 ദിവസം മുന്നേ തൂവാക്കുടിയിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അതേമാതിരി തന്നെയാണ് ഈ പെൺകുട്ടിയും കൊല്ലപ്പെട്ടിരിക്കുന്നത്. തല പിന്നിലേക്ക് വലിച്ച് കൈകൾ രണ്ടും കെട്ടി കഴുത്തറുത്താണ് കൊല ചെയ്തിരിക്കുന്നത്. 2 കൊലയും ചെയ്തത് ഒരാൾ തന്നെയാണ്. അവിടെ നിന്നും സീൻ കട്ടാക്കി മറ്റൊരിടത്ത്. ഇവനാണ് ഈ കഥയിലെ നായകൻ പ്രകാശ്. ആളുടെ ഉള്ളിൽ നല്ല ഭയമാണ്. പക്ഷേ കുടുംബക്കാരുടെ നിർബന്ധം കാരണം പോലീസ് ടെസ്റ്റ് എല്ലാം പാസ്സായി DSP ആയി ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് SP ലോകനാഥൻ. പുള്ളി ഒരു പ്രത്യേക ക്യാരക്ടറാണ്. നേരെ വാ നേരെ പോ. ക്രൈംബ്രാഞ്ചിൽ ആളുടെ കീഴിലാണ് പ്രകാശ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ജോയിനിങ് ലെറ്ററുമായി പ്രകാശ് SP ചെന്ന് കാണും. പക്ഷേ പ്രകാശിനെ അസിസ്റ്റന്റായി ആദ്യം അദ്ദേഹം സ്വീകരിക്കില്ല. ADGPയുടെ നിർബന്ധം കാരണം പ്രകാശിനെ 3 മാസം കൂടെ നിർത്താമെന്ന് സമ്മതിക്കും. തൃച്ചിയിൽ നടന്ന പെൺകുട്ടിയുടെ കൊലപാതകത്തിന്റെ അന്വേഷണം ADGP SP-ക്കും സിമ്പന്തികൾക്കും കൈമാറും. 2 മണിക്കൂറിനുള്ളിൽ എയർപോർട്ടിൽ എത്തണമെന്ന് പറഞ്ഞ് SP അവിടെ നിന്ന് പോകും. ഇതാണ് വീണ. SP-യുടെ ഗ്രൂപ്പിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്. അവർ 3 പേരും ചെന്നൈയിൽ നിന്നും തൃച്ചിയിലെത്തും. തൃച്ചിയിൽ അവരെ കൂട്ടാനായിട്ട് ഹെഡ് കോൺസ്റ്റബിൾ മാരിമുത്തു ഉണ്ട്. മാരിമുത്തു അവരെ 3 പേരെയും കൂട്ടി കമ്മീഷണർ ഓഫീസിലെത്തി. അവിടെ നേരത്തെ ഈ മർഡർ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന AC രാംകുമാർ ഉണ്ട്. അദ്ദേഹത്തിന് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുക്കുന്നതിൽ താല്പര്യമില്ല. ആ കാര്യം അദ്ദേഹം മേലുദ്യോഗസ്ഥനെ അറിയിക്കുമെങ്കിലും ഹോം ഡിപ്പാർട്ട്മെന്റ് ഓർഡർ ആയതിനാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മേലുദ്യോഗസ്ഥൻ മറുപടി കൊടുക്കും. മാരിമുത്തു വന്ന് രാംകുമാറിനോട് SP-യും സിമ്പന്തികളും വന്ന കാര്യം അറിയിക്കും. വന്ന പുതിയ ടീമിനോടുള്ള ഇഷ്ടമില്ലായ്മ അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമാവുമെങ്കിലും ഇതുവരെയുള്ള സാഹചര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ രാംകുമാർ SP ലോകനാഥന്റെ അടുത്തെത്തും. രാംകുമാർ SP-യെയും സിമ്പന്തികളെയും പരിചയപ്പെട്ട ശേഷം കേസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. ആദ്യത്തെ വിക്ടിമിന്റെ ബോഡി 10-ാം തീയതി രാവിലെ തൂവാക്കുടിയിലെ ചോളത്തോട്ടത്തിൽ നിന്നാണ് കിട്ടിയത്. ആ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ബോഡി കളക്ട് ചെയ്യാനായിട്ട് ഇതുവരെയും ആരും വന്നിട്ടില്ല. 2ാമത്തെ പെൺകുട്ടിയുടെ പേര് മാളവിക. PhD സ്റ്റുഡന്റ് ആണ്. തോമരസംപേട്ടയിലെ ഒരു കാടിൽ നിന്നാണ് 2ാമത്തെ പെൺകുട്ടിയുടെ ബോഡി കിട്ടിയത്. കൊല്ലപ്പെട്ട 2 പെൺകുട്ടികൾക്കും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ SP ലോകനാഥന് മനസ്സിലായി കേസിൽ ഇതുവരെയും കാര്യമായ അന്വേഷണമൊന്നും നടന്നിട്ടില്ല എന്ന്. കേസ് ഡീറ്റെയിൽസ് എല്ലാം വാങ്ങി SP-യും സിമ്പന്തികളും അവിടെ നിന്നും ഇറങ്ങും. SP അവിടെ നിന്നും ഇറങ്ങി മോർച്ചറിയിലേക്കാണ് വന്നത്. ഡോക്ടർ 2ാമത് കൊല്ലപ്പെട്ട മാളവികയുടെ ബോഡിയുടെ കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഡോക്ടർ പറഞ്ഞു, ഈ പെൺകുട്ടിയെ കെട്ടുകമ്പി ഉപയോഗിച്ച് കഴുത്തു മുറുക്കിയാണ് കൊല ചെയ്തിരിക്കുന്നത്. സാധാരണ ഇതുപോലുള്ള കേസുകളിൽ പിന്നിൽ നിന്നുമാണ് കഴുത്തു മുറുക്കി കൊല ചെയ്യാറ്. എന്നാൽ ഈ കേസിൽ മുന്നിൽ നിന്നാണ് കഴുത്തു മുറുക്കി കൊല ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഈ ബോഡിയിൽ നിന്നും മറ്റാരുടെയും ഫിംഗർ പ്രിന്റോ നഖമോ തൊലിയോ മുടിയോ ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാം കേട്ടുനിന്ന ശേഷം SP ലോകനാഥൻ പുറത്തിറങ്ങി പ്രകാശിനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഡോക്ടറോട് തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് പ്രകാശിനോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഡോക്ടർ ആ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പ്രകാശിന് ആ ബോഡിക്കടുത്ത് നിൽക്കാനുള്ള മാനസിക അവസ്ഥ അല്ലായിരുന്നു. അവൻ കേൾക്കുന്നത് പകുതിക്ക് വെച്ച് മതിയാക്കി പുറത്തേക്ക് ഓടി വന്ന് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട SP പുറത്തു വന്ന് പ്രകാശിനോട് പറഞ്ഞു, ഇപ്പോൾ പുറപ്പെട്ടാൽ ഇവിടെ നിന്നും ചെന്നൈക്ക് ബസ്സോ ട്രെയിനോ കിട്ടും. നീ പോലീസ് ജോലിക്ക് ഫിറ്റല്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് ജീപ്പിന്റെ അടുത്തേക്ക് പോകും. എല്ലാവരും തിരിച്ച് വണ്ടിയിൽ കയറും. പ്രകാശ് വലിയ വിഷമത്തോടെ SP-ക്കും സിമ്പന്തികൾക്കും താമസിക്കാനായിട്ട് കൃഷ്ണ പാർക്ക് എന്ന ലോഡ്ജാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നാളെ രാവിലെ ക്രൈം സീനിൽ പോകണം എന്നുള്ളതിനാൽ നേരത്തെ വരണമെന്ന് പറഞ്ഞ് ഹെഡ് കോൺസ്റ്റബിൾ മാരിമുത്തുവിനെ പറഞ്ഞയക്കും. റൂമിലെത്തിയ ശേഷം കേസ് ഫയൽ പഠിച്ചുകൊണ്ടിരുന്ന പ്രകാശിന്റെ അടുത്തേക്ക് SP കടന്നുവരും. ടേബിളിന്റെ മുകളിൽ ബെസ്റ്റ് ഫയറിംഗ് കേഡറ്റിനുള്ള മെഡൽ വെച്ചിരിക്കുന്നത് കണ്ട SP അതെടുത്ത് നോക്കിയ ശേഷം ആ മെഡലിന് ഒരു വാല്യൂ കൊടുക്കാതെ ടേബിളിലേക്ക് ഇട്ടതിന് ശേഷം പ്രകാശിനോട് പറഞ്ഞു, ഒരു ബുള്ളറ്റ് പോലും ഫയർ ചെയ്യാതെ റിട്ടയർ ആവുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. അത് ഒരിക്കലും ഷൂട്ട് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, ഷൂട്ട് ചെയ്യാനുള്ള ഭയം കൊണ്ടാണ്. നിന്റെ ഉള്ളിൽ മുഴുവനും ഭയമാണ്, എനിക്കതറിയാം. ഇത്രയും പറഞ്ഞ ശേഷം SP അവിടെ നിന്നും ഇറങ്ങിപ്പോകും. ഫ്രസ്ട്രേറ്റഡ് ആയി റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന പ്രകാശിനെ തൊട്ടടുത്ത റൂമിൽ
നിന്ന വീണ കാണും. വീണ പ്രകാശിനെ വിളിച്ച് ആ ലോഡ്ജിന്റെ റൂഫ് ടോപ്പിലേക്ക് കൊണ്ടുപോകും. പ്രകാശ് വീണയോട് പറഞ്ഞു, ഞാനൊരു ഗോൾഡ് മെഡലിസ്റ്റ് ആണ്, അതിന്റെ റെസ്പെക്ട് ഒന്നും എനിക്ക് തരണ്ട, പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള ബേസിക് റെസ്പെക്ട് അദ്ദേഹത്തിന് തരാമായിരുന്നു. ആൾക്ക് എന്നെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. വീണ പറഞ്ഞു, എസ്.പിയുടെ ക്യാരക്ടറേ ഇങ്ങനെ തന്നെയാണ്. ഞാൻ അദ്ദേഹത്തോട് ഇതിനു മുന്നേ 2 തവണ ജോലി ചെയ്തിട്ടുണ്ട്. ചുറ്റുമുള്ളവർ എന്തെങ്കിലും എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് കരുതി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മൾ ജോലി നന്നായി ചെയ്താൽ റെസ്പെക്ട് ഒക്കെ താനെ വന്നോളൂ. വീണയുടെ വാക്കുകൾ കേട്ട് കൂളായ പ്രകാശ് തിരിച്ച് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അടുത്ത ദിവസം എസ്.പി ലോകനാഥനോട് പ്രകാശ് പറഞ്ഞു, ഞാൻ താങ്കളുടെ ടൈം വേസ്റ്റ് ചെയ്യാൻ വന്നതല്ല സാർ. കേസ് തീരുന്നതുവരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും. പക്ഷേ അതിന് എസ്.പി മറുപടി പറയാതെ പ്രകാശിനെയും കൂട്ടി ക്രൈം സീനിലെത്തും. രണ്ടാമത് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ബോഡി കിടന്ന സ്ഥലത്തെത്തിയ ഉടൻ തന്നെ എസ്.പി പറഞ്ഞു, ഇതുപോലുള്ള കേസുകളിൽ ഫിസിക്കൽ എവിഡൻസ് മാത്രം വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്രൈം സീനിൽ കളക്ട് ചെയ്യാൻ പറ്റാത്ത മറ്റു ചില എവിഡൻസ് ഉണ്ട്. കൊലയാളിയുടെ ദേഷ്യം, ഇഷ്ടം, വെറുപ്പ് എല്ലാം മനസ്സിലാക്കണം. അത് മനസ്സിലാകണമെങ്കിൽ കൊലയാളി ചെയ്ത കൊലയെക്കുറിച്ച് പഠിക്കണം. പ്രകാശിനോട് പെൺകുട്ടിയുടെ ബോഡി കിടന്ന രീതിക്ക് ഇരിക്കാൻ പറഞ്ഞിട്ട് എസ്.പി തുടർന്നു, ഇവിടെ പെൺകുട്ടിയുടെ തല പിന്നിലേക്ക് വലിച്ച് കാലുമായി ബന്ധിപ്പിച്ചിരുന്നതിന്റെ കാരണം കൊലയാളിക്ക് ഡയറക്റ്റ് ഐ കോണ്ടാക്ട് കിട്ടാൻ വേണ്ടിയാണ്. എസ്.പി തുടർന്നു, ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നിന്നെ വളരെ ചെറുതായാണ് തോന്നുന്നത്, എന്നാൽ താഴെ നിന്ന് നീ എന്നെ കാണുമ്പോൾ എന്നെ വളരെ വലുതായി തോന്നും. അതായത് കൊലയാളി പെൺകുട്ടികളെ കൊല്ലുമ്പോൾ അവന്റെ മനസ്സിൽ അടിമത്ത മനോഭാവമാണ്. കൊലയാളി ഉയർന്ന തട്ടിലും മരണപ്പെടുന്ന പെൺകുട്ടികൾ താഴെ തട്ടിലും ആണെന്നുമാണ് അവന്റെ ആ സമയത്തെ മനോഭാവം. കൊല്ലപ്പെടുന്ന പെൺകുട്ടികളുമായി കൊലയാളിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. കൊലയാളിയുടെ പ്രതികാരം മറ്റാരോടോ ആണ്. കൊലയാളി സാഡിസ്റ്റായ സൈക്കോ ആണ്. പ്രകാശിനോട് എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട് എസ്.പി തുടർന്നു, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. ഏത് ആൾക്കൂട്ടത്തിൽ വെച്ച് ആ കൊലയാളിയെ കണ്ടാലും നിനക്കവനെ തിരിച്ചറിയാൻ പറ്റണം. കേസ് തീരുന്നത് വരെ കൂടെ നിൽക്കുന്നതിൽ കാര്യമില്ല. ഞാൻ വിട്ടുപോകുന്നതോ ശ്രദ്ധിക്കാതെ പോകുന്നതോ ആയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ലീഡ് തന്ന് കൂടെ ഓടണം. എങ്കിലേ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കേസ് സോൾവ് ചെയ്ത് അടുത്തൊരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റൂ. കുറച്ചകലെ നിന്ന് മാരിമുത്തു ഉറക്കെ വിളിച്ചു പറഞ്ഞു, സാർ, ഒരു ബോഡി കൂടെ കിട്ടിയിട്ടുണ്ട്. എസ്.പിയും പ്രകാശും പുതിയ ബോഡി കിടന്ന സ്ഥലത്തെത്തും. പ്രകാശ് ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും തെർമോമീറ്റർ വാങ്ങി ബ്രെയിനിന്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയാൻ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കാതിനുള്ളിലേക്ക് വെച്ച് നോക്കും. എന്നിട്ട് എസ്.പിയോട് പറഞ്ഞു, സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ ഓരോ ഡിഗ്രി ടെമ്പറേച്ചർ വീതം കുറഞ്ഞുകൊണ്ടിരിക്കും. ബ്രെയിനിന്റെ നോർമൽ ടെമ്പറേച്ചർ 37 ഡിഗ്രിയാണ്. ഈ പെൺകുട്ടിയുടെ ഇപ്പോഴത്തേത് 25.5 ഡിഗ്രിയാണ്. അതിനാൽ രാത്രി 10നും 11നും ഇടയ്ക്കാവണം ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടത്. ചെക്കൻ വിചാരിച്ചതിനേക്കാളും ബുദ്ധിമാനാണെന്ന് മനസ്സിലാക്കിയ ലോകനാഥൻ പ്രകാശിനോട് പറഞ്ഞു, ഞാൻ കമ്മീഷണർ ഓഫീസിലേക്ക് പോവുകയാണ്. നീ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടത്തെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങണം. പ്രകാശ് അന്വേഷണം ആരംഭിക്കും. പെൺകുട്ടിയുടെ പേര് സയോനി, 26 വയസ്സ്. കഴിഞ്ഞ ദിവസം രാത്രി NGOയിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോയിട്ട് വീട്ടിൽ തിരികെ എത്താത്തതിനാൽ രാത്രി തന്നെ മാതാപിതാക്കൾ സയോനിയെ കാണാനില്ല എന്നുള്ള കാര്യം പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിരുന്നു. പ്രകാശും മാരിമുത്തുവും NGOയിൽ ചെന്ന് അന്വേഷിക്കും. കഴിഞ്ഞ ദിവസം കുട്ടികൾക്ക് ക്ലാസ് എടുത്തത് സയോനിയാണോ എന്ന് ഉറപ്പാക്കും. ഇതുമാതിരി അവിടെ ക്ലാസ് എടുക്കാൻ വന്ന മറ്റൊരു ലേഡി പ്രകാശിനോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം സയോനി തന്നെയാണ് ഇവിടെ ക്ലാസ് എടുത്തത്. 8:30 കൂടി ക്ലാസ് കഴിഞ്ഞ് അവൾ ഇവിടെ നിന്നും ഇറങ്ങി. പക്ഷേ സ്കൂട്ടർ സ്റ്റാർട്ടായില്ല. സഹായം എന്തെങ്കിലും വേണമോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് അവൾ സ്കൂട്ടർ ഉന്തിക്കൊണ്ട് ഇവിടെ നിന്നും പോയി. ഇതെല്ലാം കേട്ട പ്രകാശ് മാരിമുത്തുവിനോട് സയോനിയുടെ മാതാപിതാക്കളെ വിളിച്ച് സ്കൂട്ടറിന്റെ നമ്പരും മോഡലും തിരക്കാൻ പറഞ്ഞ് അവിടെ നിന്നും അവർ ഇറങ്ങും. പ്രകാശും മാരിമുത്തുവും അവിടെ നിന്നും മടങ്ങിപ്പോകുമ്പോൾ തൊട്ടടുത്ത് കണ്ട വർക്ക്ഷോപ്പിൽ കയറും. അവിടെ കണ്ട മെക്കാനിക് പയ്യനോട് സയോനിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ പെൺകുട്ടി ഇവിടെ സ്കൂട്ടർ റിപ്പയർ ചെയ്യാൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ മെക്കാനിക് പയ്യൻ പറഞ്ഞു, ഇവിടെ കാറ് മാത്രമേ റിപ്പയർ ചെയ്യുകയുള്ളൂ, സ്കൂട്ടർ റിപ്പയർ ചെയ്യില്ല സാർ. ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ മാരിമുത്തുവിന്റെ മൊബൈലിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ സ്കൂട്ടറിന്റെ നമ്പരും മോഡലും മെസ്സേജ് വന്നു. മാരിമുത്തു പ്രകാശിനോട് പറഞ്ഞു, വണ്ടി നമ്പർ TN45 AF3593, പർപ്പിൾ കളർ സ്കൂട്ടിയാണ്. പെട്ടെന്ന് ഒരു ബസർ സൗണ്ട് കേട്ട് അവരെല്ലാം തിരിഞ്ഞു നോക്കി. അവിടെ കിടന്ന ഒരു കാറ് റിവേഴ്സ് എടുത്തപ്പോഴുള്ള ശബ്ദമായിരുന്നു അത്. ആ കാറ് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ കൊല്ലപ്പെട്ട സയോനിയുടെ സ്കൂട്ടർ അവിടെ ഇരിക്കുന്നു. സ്കൂട്ടറിനെ കുറിച്ച്
മെക്കാനിക് പയ്യനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, സാർ, എല്ലാ ദിവസവും 6 മണിക്ക് ഞാൻ ജോലി കഴിഞ്ഞ് പോകും. ചിലപ്പോൾ ഓണർ ആയിരിക്കും ആ സ്കൂട്ടർ എടുത്തിട്ടുണ്ടാകുക. ഓണർ പുറത്തു പോയിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ വിളിച്ചു വരുത്താമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്യും. ആ സമയം കൊണ്ട് പ്രകാശ് ആ വർക്ക്ഷോപ്പ് മുഴുവൻ പരിശോധിക്കും. അവിടെയുള്ള ഒരു റൂമിൽ കുറച്ച് പെല്ലറ്റും ഒരു തോക്കും ഇരിക്കുന്നത് പ്രകാശ് കാണും. ആ തോക്കെടുത്ത് സ്മെല്ല് ചെയ്യുമ്പോൾ പ്രകാശിന് മനസ്സിലായി കഴിഞ്ഞ ദിവസം ഈ തോക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അപ്പോഴേക്കും വർക്ക്ഷോപ്പ് ഓണർ അങ്ങോട്ടേക്ക് കടന്നു വരും. പ്രകാശ് തോക്കിന്റെ കാര്യം പറഞ്ഞ് വർക്ക്ഷോപ്പ് ഓണറെ വിരട്ടും. വർക്ക്ഷോപ്പ് ഓണർ പറഞ്ഞു, കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ വേട്ടയ്ക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ആ പെൺകുട്ടി സ്കൂട്ടറുമായി വന്നത്. എങ്ങനെയെങ്കിലും വീട് വരെ എത്താനായിട്ട് ഈ സ്കൂട്ടർ ശരിയാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ സ്കൂട്ടർ പരിശോധിച്ചപ്പോൾ എഞ്ചിൻ കംപ്ലൈന്റ് ആണ്. ആ കാര്യം ആ കുട്ടിയോട് പറയുകയും ചെയ്തു. നാളെ വന്ന് സ്കൂട്ടർ എടുത്തോളാമെന്ന് പറഞ്ഞ് ആ കുട്ടി മടങ്ങി പോവുകയും ചെയ്തു. അവൾ പോയതിനു ശേഷം ഞാൻ കൂട്ടുകാർക്കൊപ്പം കാട്ടുമുയലിനെ പിടിക്കാൻ പച്ചമലയിലേക്ക് പോയി. ഫോറസ്റ്റ് റേഞ്ചർ ഒപ്പമുണ്ടായിരുന്നു. പ്രകാശ് പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ ദിവസം രാത്രി വർക്ക്ഷോപ്പ് ഓണർ ഫോറസ്റ്റ് റേഞ്ചർക്ക് ഒപ്പമുണ്ടായിരുന്നോ എന്ന് ഹെഡ് കോൺസ്റ്റബിൾ മാരിമുത്തു വിളിച്ച് കൺഫേം ആക്കും. റേഞ്ചർക്കൊപ്പം വർക്ക്ഷോപ്പ് ഓണറും കൂട്ടുകാരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രകാശിന് മനസ്സിലായി ഇവനല്ല കൊലയാളി എന്ന്. അതേസമയം കമ്മീഷണർ ഓഫീസിൽ SP ലോകനാഥൻ കമ്മീഷണറോട് പറഞ്ഞു, ഈ കൊലപാതകങ്ങൾ ഇന്ന് നടന്ന കൊലപാതകത്തോടു കൂടി തീരില്ല. ഇതൊരു സീരിയൽ കില്ലിംഗ് ആണ്. അതിനാൽ അടുത്തൊരു പെൺകുട്ടി കൊല്ലപ്പെടാതിരിക്കാനുള്ള മുൻകരുതൽ എടുത്തേ പറ്റൂ. എന്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് കൊലയാളിക്ക് 45നും 55നും ഇടയ്ക്ക് പ്രായമുണ്ട്. സാധാരണ ബൈക്കിൽ ചുറ്റി നടന്ന് മാല പൊട്ടിക്കുന്നവർ പ്രായമുള്ളവരെയാണ് ലക്ഷ്യമിടുന്നത്. അതിന്റെ റിവേഴ്സ് ആണ് ഇവിടെ നടക്കുന്നത്. ഇതെല്ലാം കേട്ട കമ്മീഷണർ കുറച്ച് പോലീസുകാരെ SP-യുടെ സഹായത്തിനായിട്ട് കൊടുക്കും. 2 ദിവസത്തിന് ശേഷം SP ലോകനാഥൻ ടീമിലുള്ള എല്ലാ പോലീസുകാരോടുമായി പറഞ്ഞു, 3 ദിവസം കൂടുമ്പോഴാണ് കൊലപാതകി ഓരോ പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി കൊല ചെയ്യുന്നത്. അവസാനത്തെ പെൺകുട്ടി കൊല്ലപ്പെട്ടത് 15-ാം തീയതിയാണ്. ഇന്ന് 18-ാം തീയതി. മിക്കവാറും കൊലയാളി പുറത്തിറങ്ങാൻ സാധ്യത കൂടുതലാണ്. ആ കൊലപാതകി ഇന്നൊരു അറ്റംപ്റ്റ് നടത്തിയാൽ ആ കൊലപാതകം തടുക്കുകയും വേണം, അവനെ ജീവനോടെ പിടിക്കുകയും വേണം. നമ്മൾ അന്വേഷിക്കുന്നത് ഒരു സൈക്കോപാത്ത് സീരിയൽ കില്ലറെയാണ്. നമ്മൾ അവനെ പിടിക്കുന്നത് വരെ അവൻ ഈ കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്രയും പറഞ്ഞ ശേഷം SP-യും സിമ്പന്തികളും ഉൾപ്പെടെ സകല പോലീസുകാരും പരിശോധനയ്ക്കായിട്ട് ഇറങ്ങും. അതേസമയം മറ്റൊരിടത്ത് ഒരു പെൺകുട്ടി പ്ലാസ്റ്റിക് വേസ്റ്റും മറ്റും കളയുവാനായിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി വേസ്റ്റ് കളഞ്ഞ് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ അവളുടെ പിന്നിൽ ഒരാൾ നിൽക്കുന്നു. അടുത്ത സീനിൽ SP ലോകനാഥന് കോൾ വരും. രട്ടവായ്ക്കൽ എന്ന സ്ഥലത്ത് നിന്നും ഒരു പെൺകുട്ടി കാണാതായി എന്ന് പറഞ്ഞു. SP മാരിമുത്തുവിനോട് ചോദിച്ചു, രട്ടവായ്ക്കൽ എന്ന സ്ഥലത്തിന് 5 കിലോമീറ്റർ ചുറ്റളവിൽ കാട്, പാടം, പറമ്പ്, തോട്ടം എന്നിങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മാരിമുത്തു പറഞ്ഞു, അവിടെ ഒരു കരിമ്പിൻ തോട്ടമുണ്ട്. SP-യും സിമ്പന്തികളും കരിമ്പിൻ തോട്ടം ലക്ഷ്യമാക്കി യാത്രയാകും. അവർ ആ കരിമ്പിൻ തോട്ടം ആകെ പരിശോധിക്കുമെങ്കിലും ഒന്നും കിട്ടില്ല. അപ്പോഴേക്കും വയർലെസ്സിൽ മെസ്സേജ് വന്നു. ഓലയൂറിനടുത്ത് ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു SP-യും സിമ്പന്തികളും നേരെ ക്രൈം സീനിലെത്തി. അവർക്കൊപ്പം ഹെഡ് കോൺസ്റ്റബിൾ മാരിമുത്തു. കൊല്ലപ്പെട്ട പെൺകുട്ടിയെ കണ്ട ഉടനെ വാവിട്ട് കരഞ്ഞുകൊണ്ട് മാരിമുത്തു പറഞ്ഞു, അത് എന്റെ ഒരേ ഒരു മകളാണ്. SP-യും പ്രകാശും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മാരിമുത്തുവിനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിഞ്ഞൂടാതെ നിന്നു. അടുത്ത ദിവസം മാരിമുത്തുവിന്റെ മകളുടെ ശവസംസ്കാര ചടങ്ങിന് കുറച്ചകലെയായി SP-യും പ്രകാശും. പ്രകാശ് പറഞ്ഞു, 3 ദിവസത്തിൽ ഓരോ പെൺകുട്ടി എന്ന രീതിക്ക് കൊല്ലുന്നു. ഓരോ റിപ്പോർട്ടിലും പെൺകുട്ടിയുടെ പേരും തീയതിയും മാത്രം വ്യത്യാസം. ആ കൊലയാളി കൊല ചെയ്യുന്ന രീതിക്ക് ഒരു വ്യത്യാസവുമില്ല. സാറിന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഇതിനു മുന്നേ ഇതുപോലൊരു കൊലയാളിയെ കണ്ടിട്ടുണ്ടോ? പ്രകാശിന്റെ ഈ വാക്കുകൾ കേട്ട ഉടനെ SP-യുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ പോകും. SP പറഞ്ഞു, നമ്മുടെ കണക്ക് പ്രകാരം നിലവിൽ 4 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു. അതിൽ നമ്മൾ കരുതുന്നത് ഈ കൊലപാതകി തൃച്ചിയിൽ കൊലപ്പെടുത്തിയ പെൺകുട്ടിയെയാണ് ആദ്യമായി കൊല ചെയ്തതെന്ന്. ഒരുപക്ഷെ അങ്ങനെ അല്ല എങ്കിൽ അവൻ ഇതിനു മുന്നേ ഇതേ രീതിക്ക് ആരെങ്കിലും കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയണം. ഉടൻ തന്നെ SP ഫോണെടുത്ത് വീണയെ വിളിച്ച് ഇപ്പോൾ നടക്കുന്ന കൊലപാതകത്തിന്റെ രീതിക്ക് ഇതിനു മുന്നേ വേറെ കൊലപാതകം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു. വീണ 10 വർഷത്തിനിടയിൽ നടന്ന സകല കേസ് ഫയലും എടുത്ത് പരിശോധിക്കും. പക്ഷേ ഫലമുണ്ടാകില്ല. പ്രകാശ് SP-യോട് പറഞ്ഞു, സാർ, ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ കൊലപാതകം 20-30 വർഷം നിർത്തിയിട്ട് വീണ്ടും ആരംഭിക്കുമെന്ന്. ഇത് കേട്ട വീണ ചോദിച്ചു, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ളവർ ഇടവേള എടുക്കുന്നത്? അതിന് മറുപടി പറഞ്ഞത് SP ആയിരുന്നു. കൊലപാതകം ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് മറ്റ് എന്തിൽ നിന്നോ ആരിൽ നിന്നോ കിട്ടിയിട്ടുണ്ടാകണം. അതുകൊണ്ട്
കൊലപാതകം നിർത്തിക്കാണും. അത് കിട്ടാതെ വരുന്ന സമയത്ത് വീണ്ടും കൊലപാതകം ആരംഭിച്ചിട്ടുണ്ടാകും. പ്രകാശ് പറഞ്ഞു, നമ്മൾ പരിശോധിച്ചത് 10 വർഷം മുന്നേ ഉള്ള ഫയലുകളാണ്. അതിലും പഴയ ഫയലുകൾ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ലീഡ് കിട്ടൂ. പ്രകാശും വീണയും ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ പോയി സകല റെക്കോർഡും പരിശോധിക്കും. പ്രകാശിന് അവിടെ നിന്നും ഇപ്പോൾ നടക്കുന്നത് മാതിരിയുള്ള കൊലപാതകത്തിന്റെ 5-6 സെയിം കേസ് ഫയൽ കിട്ടും. അദ്ദേഹം ആ കേസ് ഫയലുകളുമായി SP ലോകനാഥന്റെ അടുത്തെത്തി. പ്രകാശ് പറഞ്ഞു, 1979 നീമ മാത്യു എന്ന ലേഡി കഴുത്തു മുറുക്കി കൊല ചെയ്യപ്പെട്ടു. കൊലപാതകിയെ കിട്ടിയിട്ടില്ല. ഈ കേസ് കണ്ട് സംശയം തോന്നിയപ്പോൾ ഞാൻ കുറച്ച് വർഷങ്ങൾ കൂടി പിന്നിലേക്ക് പോയി. 1973 മുതൽ 1979 വരെയുള്ള 6 വർഷങ്ങൾക്കിടയിൽ 9 കൊലപാതകങ്ങൾ. എല്ലാ കൊലപാതകങ്ങളും കഴുത്തിൽ കയറിട്ട് മുറുക്കിയാണ്. പല സ്ഥലങ്ങളിലാണ് ഈ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത്. പക്ഷേ മരിച്ച എല്ലാ സ്ത്രീകൾക്കും 40നും 50നും ഇടയിൽ പ്രായമുണ്ട്. ഈ 9 കൊലപാതകങ്ങളും അന്വേഷിച്ചത് ഒരേ ഒരു ഓഫീസറാണ്, ഇൻസ്പെക്ടർ ജോൺ സെബാസ്റ്റ്യൻ. ഞാൻ ഈ ഇൻസ്പെക്ടർ ജോൺ സെബാസ്റ്റ്യനെ പോയി കണ്ടിട്ട് വരാം. നീ ഒരിക്കൽ കൂടി ഈ കേസ് ഫയൽ പരിശോധിക്കണം എന്ന് പ്രകാശിനോട് SP പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങും. പ്രകാശ് പണ്ടും ഇപ്പോഴും കൊല്ലപ്പെട്ടവരുടെ ഫോട്ടോസ് പരിശോധിക്കുമ്പോൾ അവരുടെ എല്ലാവരുടെയും കഴുത്തിന് താഴെ ഒരു ചതവ് കാണും. പ്രകാശ് ആ ഫോട്ടോസുമായി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണാനെത്തി. ഫോട്ടോസ് കാണിച്ച ശേഷം തന്റെ സംശയം ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ ആ ഫോട്ടോസ് പരിശോധിച്ച ശേഷം പറഞ്ഞു, ഇത് പ്രഷർ പോയിന്റ് കൺഫ്യൂഷൻ ആണ്. നമ്മുടെ ശരീരത്തിൽ 32 പ്രഷർ പോയിന്റുകളുണ്ട്. ഇതിൽ ഏത് പോയിന്റിൽ എങ്ങനെ ട്രിഗർ ചെയ്യുന്നു എന്നതനുസരിച്ച് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യും. പക്ഷേ ഇതിനെ തെറ്റായി ഉപയോഗിച്ചാൽ ആകെ പ്രശ്നമാകും. അതിനെ പ്രഷർ പോയിന്റ് അറ്റാക്ക് എന്ന് പറയും. ഡോക്ടർ ഒരു വീഡിയോ പ്ലേ ചെയ്ത ശേഷം തുടർന്നു, ഇവിടെ ഈ വീഡിയോയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കഴുത്തിന് താഴെ പോയിന്റ് ലൊക്കേറ്റ് ചെയ്ത് കൃത്യമായി പ്രഷർ കൊടുത്തപ്പോൾ അയാൾ ബോധം കെട്ട് വീണു. ഇതാണ് പ്രഷർ പോയിന്റ് അറ്റാക്ക്. ഏകദേശം 10-15 മിനിറ്റ് എടുക്കും അയാൾക്കിനി ബോധം തിരിച്ചു വരാൻ. പ്രകാശ് ഡോക്ടറോട് ചോദിച്ചു, ഇപ്പോൾ നമുക്ക് ഇന്റർനെറ്റിൽ നിന്നും ഇതുപോലുള്ള അറിവുകൾ ശേഖരിക്കാം. എന്നാൽ ഒരു 30 വർഷം മുന്നേ ഒരാൾ പ്രഷർ പോയിന്റ് അറ്റാക്കിനെ കുറിച്ച് എങ്ങനെയായിരിക്കും അറിഞ്ഞിരിക്കുക? ഡോക്ടർ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഉറപ്പായും പുസ്തകങ്ങൾ വഴി അറിയാനേ സാധ്യതയുള്ളൂ. പ്രകാശ് അവിടെ നിന്നും ഇറങ്ങി. 1973 ആദ്യത്തെ കൊലപാതകം റിപ്പോർട്ട് ചെയ്തത്. അത് തിരുച്ചിറപ്പള്ളി എന്ന സ്ഥലത്താണ്. അതിനാൽ പ്രകാശ് അവിടുത്തെ ലൈബ്രറിയിൽ പോയി സകല ബുക്കുകളും പരിശോധിക്കും. അവസാനം പ്രകാശിന് വെർച്വൽ പോയിന്റ് സ്ട്രൈക്സ് എന്ന ബുക്ക് കണ്ടെത്തും. ആ ബുക്ക് പരിശോധിക്കുമ്പോൾ ഒരാൾ മാത്രമേ ഇതുവരെയും ആ ബുക്ക് എടുത്തിട്ടുള്ളൂ എന്ന് പ്രകാശിന് മനസ്സിലാകും. ബുക്കിലെ നമ്പർ ഉപയോഗിച്ച് ആരാണ് ആ വ്യക്തി എന്ന് കണ്ടെത്താൻ പ്രകാശ് ശ്രമിക്കും. അതേസമയം SP ലോകനാഥൻ 1973 കേസ് അന്വേഷിച്ച ഇൻസ്പെക്ടർ ജോൺ സെബാസ്റ്റ്യന്റെ വീട്ടിൽ എത്തി. അദ്ദേഹത്തിന്റെ മകൻ കെന്നഡി മാത്രമാണ് അവിടെ ഉള്ളത്. SP ലോകനാഥൻ കെന്നഡിയോട് ഇൻസ്പെക്ടർ ജോൺ പരിചയക്കാരനാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. താൻ ക്രൈംബ്രാഞ്ച് SP ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. തന്റെ അപ്പൻ ജോൺ മരിച്ചിട്ട് കുറച്ചുനാൾ ആയെന്നും സർവീസിൽ ഇരുന്നപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചതെന്നും കെന്നഡി പറഞ്ഞു. കെന്നഡി ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. അയാൾ എടുത്ത ഫോട്ടോസ് പലതും വീട്ടിൽ തന്നെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. കെന്നഡി SPക്ക് ചായ കൊടുക്കും. ചായ കുടിച്ചു കഴിഞ്ഞ് SP കപ്പ് താഴെ വെച്ച ഉടൻ തന്നെ കെന്നഡി ആ കപ്പ് സോസറിലേക്ക് എടുത്ത് വെച്ച് പെർഫെക്റ്റ് ആയിട്ട് ട്രേയിൽ സെറ്റ് ചെയ്യും. ഇത് SP ശ്രദ്ധിക്കും. അദ്ദേഹം അവിടെ മുഴുവൻ ഒന്ന് കണ്ണോടിക്കും. എല്ലാ സാധനങ്ങളും അടുക്കി വൃത്തിക്ക് വെച്ചിരിക്കുന്നു. SP കെന്നഡിയോട് ഫാമിലിയെ കുറിച്ച് ചോദിച്ചു. കെന്നഡി പറഞ്ഞു, എനിക്കൊരു മകനുണ്ട്, ഫ്രെഡി, ഡൽഹിയിൽ പഠിക്കുന്നു. വൈഫ് 3 മാസം മുന്നേ മരണപ്പെട്ടു. 1979 ഞങ്ങളുടെ വിവാഹം. ഇപ്പോൾ 31 വർഷം കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ SPക്ക് കെന്നഡിയാണ് ഈ കൊലപാതകങ്ങളുടെ പിന്നിലെന്ന് മനസ്സിലായി. കാരണം 1979 അവസാനത്തെ കൊലപാതകം. ആ വർഷമാണ് ഇയാളുടെ വിവാഹം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് വൈഫുമൊത്ത് സന്തോഷമായി ജീവിച്ച കാലത്ത് കെന്നഡി ആരെയും കൊന്നിട്ടില്ല. വൈഫ് മരണപ്പെട്ടതോടുകൂടി വീണ്ടും കൊലപാതകങ്ങൾ ആരംഭിച്ചു. അതേസമയം പ്രകാശ് ലൈബ്രറിയിലെ പഴയ റെക്കോർഡുകളെല്ലാം നോക്കി ആ ബുക്ക് ആരാണ് എടുത്തതെന്നുള്ള കാര്യം കണ്ടുപിടിക്കും. കെന്നഡി സൺ ഓഫ് ജോൺ സെബാസ്റ്റ്യൻ ഈ കാര്യം SPയെ അറിയിക്കാനായി വിളിക്കും. SP ലോകനാഥൻ കെന്നഡിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രകാശിന്റെ കോൾ വരും. പ്രകാശ് പറഞ്ഞു, സാർ, നമ്മൾ അന്വേഷിക്കുന്ന വ്യക്തി ഇൻസ്പെക്ടർ ജോൺ സെബാസ്റ്റ്യന്റെ മകൻ കെന്നഡിയാണ്. SP മറുപടി പറഞ്ഞു, എനിക്കറിയാം, ഞാൻ ഇത്രയും നേരം അയാളുമായാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. SP ലോകനാഥൻ അവിടെ നിന്നും
കമ്മീഷണർ ഓഫീസിലെത്തി. അവർ കണ്ടെത്തിയ കാര്യങ്ങൾ കമ്മീഷണറെ അറിയിക്കും. SP പറഞ്ഞു, നമുക്ക് കെന്നഡിയുടെ വീട് പരിശോധിച്ചേ പറ്റൂ. ആ വീട്ടിൽ നിന്നും അയാൾക്കെതിരെയുള്ള തെളിവുകൾ കിട്ടാൻ 50-50 ചാൻസേ ഉള്ളൂ. അതുകൊണ്ട് അയാൾ അറിയാതെ വേണം ചെയ്യാൻ. ഞാൻ അയാളുടെ വീട്ടിൽ പോയപ്പോൾ അടുത്തുള്ള വീട് വാടകയ്ക്ക് കൊടുക്കാനിട്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒരാളെ അവിടെ താമസിപ്പിച്ച് കെന്നഡിയെ നിരീക്ഷിക്കണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പ്രകാശ് കയറി വന്നിട്ട് പറഞ്ഞു, സാർ, ഞാൻ ഹൗസ് ഓണറുമായി സംസാരിച്ച് വാടകയ്ക്ക് കൊടുക്കാനിട്ടിരുന്ന വീടിന്റെ കീ വാങ്ങിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ പ്രകാശ് ആ വീട്ടിൽ താമസം തുടങ്ങും. അന്നേ ദിവസം വൈകിട്ട് പ്രകാശ് കെന്നഡിയുടെ വീടും പരിസരവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തൊട്ടപ്പുറത്തെ വീട്ടിൽ വലിയ ബഹളം, കുടുംബ വഴക്കാണ്. പ്രകാശ് അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ വഴക്ക് കാരണം സമാധാനം കിട്ടാതെ ആ വീട്ടിലെ കുഞ്ഞു പയ്യൻ പുറത്തു വന്ന് വിഷമിച്ചിരിക്കുന്നു. പെട്ടെന്ന് കാർ ഓണാവുന്ന ശബ്ദം കേട്ട് പ്രകാശ് കെന്നഡിയുടെ വീട്ടിലേക്ക് നോക്കും. കെന്നഡി പുറത്തു പോകാൻ ഒരുങ്ങുകയാണ്. ഇത് കണ്ട പ്രകാശ് SPക്ക് കോൾ കൊടുക്കും. SP നിന്നത് റൈറ്റ് സൈഡിലായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ പാട്രോളിങ്ങിനുണ്ടായിരുന്ന 2 പോലീസുകാരായിരുന്നു. കെന്നഡി പോയത് പാട്രോളിംഗ് സൈഡിലേക്കായിരുന്നു. പോലീസുകാരുടെ വണ്ടി സ്റ്റാർട്ടാവാത്തത് കാരണം കെന്നഡിയെ അവർക്ക് മിസ്സാകും. കുറച്ചധികം സമയത്തിന് ശേഷം SP ലോകനാഥന് അയാളെ കിട്ടും. SP അയാളെ ഫോളോ ചെയ്യും. ഈ സമയത്ത് പ്രകാശ് കെന്നഡിയുടെ വീട് പരിശോധിക്കും. പ്രകാശിന് പ്രത്യേകിച്ച് തെളിവായിട്ട് ആ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടില്ല. അപ്പോഴേക്കും കെന്നഡി തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞ് SP പ്രകാശിന് കോൾ കൊടുക്കും. അവൻ അവിടെ നിന്നും തിരികെ പോകാനൊരുങ്ങുമ്പോൾ പൂട്ടിയിട്ട രീതിക്ക് ഒരു റൂം ശ്രദ്ധിക്കും. കെന്നഡി വീടിനുള്ളിലേക്ക് കയറിയതിനാൽ ആ റൂം പരിശോധിക്കാതെ അയാളുടെ കണ്ണിൽപ്പെടാതെ മതിൽ ചാടി രക്ഷപ്പെടും. അടുത്ത ദിവസം ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് SPക്കും പ്രകാശിനും മെസ്സേജ് വരും. അവർ ക്രൈം സീനിലെത്തി. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് SPയോട് പറഞ്ഞു, സാർ, കൊലപാതകിയെ പിടിച്ചു. അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. SPയും പ്രകാശും സ്റ്റേഷനിലെത്തിയപ്പോൾ വീണ പറഞ്ഞു, സാർ, ഇവർ പിടിച്ച ആളുടെ പേര് രവികുമാർ. കൊല നടന്ന സ്ഥലത്ത് നിന്നും കുറച്ചു മാറി ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ വെച്ചാണ് രവികുമാറിനെ പിടിച്ചത്. അയാളുടെ കയ്യിൽ നിന്നും കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ആഭരണങ്ങൾ കണ്ടെടുത്തു. ബോഡിയിൽ അവിടെയായി അവന്റെ ഫിംഗർ പ്രിന്റുകളുമുണ്ട്. ഇത് കേട്ട് നിന്ന പ്രകാശ് പറഞ്ഞു, ഉറപ്പായും കൊല്ലപ്പെട്ട ബോഡിയിൽ നിന്ന് തന്നെയാകും ആഭരണങ്ങൾ എടുത്തിട്ടുണ്ടാകുക. പക്ഷേ ഇവനല്ല കൊലപാതകി. വീണ പറഞ്ഞു, അവൻ തന്നെയാണ് എല്ലാ പെൺകുട്ടികളെയും കൊന്നത് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലില്ല. നമ്മളോട് മടങ്ങിച്ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രകാശ് SPയോട് ചോദിച്ചു, സാർ, ഇനി ഒരു കൊലപാതകം നടന്നാൽ ഇവർ എന്ത് ചെയ്യും? രവികുമാറിനെ വെച്ച് എങ്ങനെ കോർട്ടിൽ കേസ് തെളിയിക്കും? SP പറഞ്ഞു, ഇനിയൊരു കൊലപാതകം നടന്നാലും പോലീസ് തന്നെയാണ് അതിന് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അത് എങ്ങനെ മാറ്റിയെഴുതണമെന്ന് അവർക്കറിയാം. ഇപ്പോൾ പ്രതിയാണെന്ന് പറഞ്ഞ് പിടിച്ച രവികുമാർ ഉറപ്പായും കോർട്ടിലെത്തില്ല. അതിനു മുന്നേ തന്നെ ആത്മഹത്യ ചെയ്തെന്നോ പോലീസ് പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു ഓടാൻ ശ്രമിക്കുന്നതിന്റെ ഇടയ്ക്ക് മരണപ്പെട്ടെന്നോ ഉള്ള വാർത്ത ഉടനെ കേൾക്കാം. SP പറഞ്ഞത് തെറ്റിയില്ല. അടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പറുകളിലെയും ചാനലുകളിലെയും വാർത്ത രവികുമാർ ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു. പ്രകാശ് വളരെ നിരാശനായി SPയോട് പറഞ്ഞു, സാർ, നമ്മളിങ്ങനെ പാതി വഴിക്ക് വിട്ടിട്ട് പോകരുത്. ഒരുപാട് പെൺകുട്ടികളുടെ ജീവന്റെ കാര്യമാണ്. SP പറഞ്ഞു, ഞാൻ ADGPയുമായി സംസാരിച്ചിട്ടുണ്ട്. നീ മാത്രമേ തിരിച്ചു പോകുന്നുള്ളൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഉറപ്പായും ഞാൻ അവനെ പിടിക്കും. പ്രകാശ് പറഞ്ഞു, എന്റെ ജോലി പോയാലും കുഴപ്പമില്ല. ആ കൊലയാളിയെ പിടിക്കുന്നത് വരെ ഞാൻ സാറിനൊപ്പം ഉണ്ടാകും. ഇത് കേട്ട SPക്ക് പ്രകാശിനോട് ഒരു മതിപ്പ് തോന്നും. അന്ന് വൈകിട്ട് പുറത്തേക്കിറങ്ങിയ കെന്നഡിയെ SPയും പ്രകാശും ഫോളോ ചെയ്യും. ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കെന്നഡി പ്രകാശിനെ കാണും. ആ സമയത്ത് SP പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. തൊട്ടടുത്ത വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കെന്നഡി അങ്ങോട്ട് പോയി പരിചയപ്പെടും. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണെന്നും അതിനാൽ ഡിന്നർ ഒരുമിച്ചാകാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പ്രകാശിനെ കാറിൽ കയറ്റി കൊണ്ടുപോകും. വേറെ വഴിയില്ലാത്തതിനാൽ പ്രകാശ് കൂടെ ചെല്ലും. ഇത് കണ്ട SP ലോകനാഥൻ അവരെ ഫോളോ ചെയ്യും. വീട്ടിലെത്തിയ ഉടനെ കെന്നഡി ഒരുമിച്ച് ഡിന്നറിനുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പ്രകാശിനെ കൊണ്ട് ക്യാരറ്റ് കട്ട് ചെയ്യിക്കും. ആ സമയത്ത് പരിശോധനയ്ക്കായി കുറച്ചു ദിവസം മുന്നേ പ്രകാശ് ഈ വീട്ടിൽ കയറിയപ്പോൾ അന്ന് പൂട്ടിയിട്ടിരുന്ന റൂമിന്റെ ലോക്ക് ഇന്ന് തുറന്നിരിക്കുന്നത് ശ്രദ്ധിക്കും. കെന്നഡിയോട് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകാതെ ആ റൂമിൽ കയറും. കെന്നഡി ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായതിനാൽ പ്രകാശ് റൂമിൽ കയറിയത് ശ്രദ്ധിക്കില്ല. കെന്നഡി ഫിലിം ക്യാമറ ഉപയോഗിച്ചായിരുന്നു ഫോട്ടോസ് എടുത്തിരുന്നത്. പ്രകാശ് പരിശോധനയ്ക്കായി കയറിയത് ഫിലിം എക്സ്പോസിംഗ് റൂമിലേക്കായിരുന്നു. അവൻ അവിടെ ആകെ ഒന്ന് കണ്ണോടിക്കും. അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കല്ലറകളുടെ ഫോട്ടോ, അതിന് തൊട്ട് താഴെ ക്രൈസ്റ്റിന്റെ കുഞ്ഞു രൂപം, പക്ഷേ വലിയ 2 മെഴുകുതിരികൾ. ഇത് കണ്ടപ്പോൾ പ്രകാശിനൊരു സംശയം തോന്നി. അവൻ ആ ഫോട്ടോയുടെ പിൻഭാഗത്തൊന്ന് പരതി നോക്കും.
അവിടെ വാ കെട്ടപ്പെട്ട രീതിയിലുള്ള ഒരു ലേഡിയുടെ ഫോട്ടോ. അവരുടെ മുഖം ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവന് മനസ്സിലായി 1979 കൊല്ലപ്പെട്ട നീമ മാത്യു ആണ് അതെന്ന്. പെട്ടെന്ന് പ്രകാശിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് അവന് മനസ്സിലായി. അതെ, കെന്നഡി പ്രകാശിന്റെ കഴുത്തിൽ പിടിച്ച് ചുവരിലേക്ക് ചേർക്കും. പെട്ടെന്ന് കോളിംഗ് ബെൽ മുഴങ്ങി. ഇത്രയും നേരമായി പ്രകാശിനെ പുറത്തേക്ക് കാണാഞ്ഞതുകൊണ്ട് SP അന്വേഷിച്ചു വന്നതായിരുന്നു. കെന്നഡി പ്രകാശിന്റെ കഴുത്തിന് താഴെയുള്ള പ്രഷർ പോയിന്റിൽ അറ്റാക്ക് ചെയ്ത് ബോധം കെടുത്തി കൈ കെട്ടിവെക്കും. കെന്നഡി പുറത്തു വന്ന് വാതിൽ തുറന്നു. SP പറഞ്ഞു, ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയതാണ്, അകത്താരെങ്കിലും ഉണ്ടോ? കെന്നഡി, ഇവിടെ ആരുമില്ല, ഞാൻ ഇത്തിരി തിരക്കിലാന്ന് പറഞ്ഞ് വാതിലടയ്ക്കാൻ ശ്രമിക്കും. അപ്പോഴേക്കും അകത്ത് പ്രകാശിന് ബോധം വന്ന് അവൻ തല കൊണ്ട് വാതിലിൽ മുട്ടും. ആ ശബ്ദം കേട്ട SP കെന്നഡിക്ക് നേരെ തോക്ക് ചൂണ്ടി വിരട്ടി പ്രകാശിനെ പൂട്ടിയിട്ട റൂമിൽ എത്തി. SP പ്രകാശിന്റെ കയ്യിലെ കെട്ടഴിച്ചു വിട്ടു. പ്രകാശ് കെന്നഡിയെ വിലങ്ങുവെക്കും. SP പ്രകാശിനോട് ചോദിച്ചു, ഈ ഫോട്ടോ എവിടെ നിന്നാണ് കിട്ടിയത്? പ്രകാശ് കല്ലറകളുടെ ഫോട്ടോ ചൂണ്ടിക്കാണിച്ചു. SP ആ ഫ്രെയിം ചെയ്തു വെച്ച ഫോട്ടോ എടുത്തു മാറ്റിയപ്പോൾ 1973 മുതൽ 1979 വരെ കഴുത്തു മുറുക്കി കൊല്ലപ്പെട്ട 9 സ്ത്രീകളുടെ ഫോട്ടോ അവിടെ പിൻ ചെയ്തു വെച്ചിരിക്കുന്നു. സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അയാളുടെ മകൻ ഫ്രെഡിയെ അറിയിക്കുമെന്ന് പറഞ്ഞ് വിരട്ടുമ്പോൾ കെന്നഡി സത്യം പറയും. ഈ സ്ത്രീകളെല്ലാം മരിക്കാൻ കാരണം എന്റെ അപ്പൻ ജോൺ സെബാസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിന് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, എത്ര ചെയ്താലും പെർഫെക്റ്റ് ആയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തല്ലും. കാരണം ഉണ്ടായാലും ഇല്ലെങ്കിലും തല്ലും. സമാധാനമില്ല, സന്തോഷമില്ല. എല്ലാ ദിവസവും ഓരോന്നിനും അടി കിട്ടിക്കൊണ്ടേയിരുന്നു. ഈ ടെൻഷനൊന്നും താങ്ങാൻ വയ്യാതെ ബീഡി വലി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ റെയിൽവേ ട്രാക്കിനടുത്തുള്ള അധികം ആൾതാമസമില്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് ബീഡി വലിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ അപ്പന്റെ സ്റ്റേഷനിലെ ഒരു ലേഡി കോൺസ്റ്റബിൾ അത് കണ്ടു. അവർ ഈ കാര്യം അപ്പനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് എന്നെ വിരട്ടി. ഒരു കാരണമില്ലാതെ എന്നെ തല്ലിക്കൊണ്ടിരുന്ന അയാൾക്ക് ഈ ഒരു കാരണം കിട്ടിയാൽ എന്നെ ജീവനോടെ വെച്ചിരിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതിനാൽ ഞാൻ അവരുടെ കാല് പിടിച്ച് അപ്പനോട് പറയരുതെന്ന് പറഞ്ഞ് അപേക്ഷിച്ചു. അവർ അത് കേട്ടില്ല. ഗത്യന്തരമില്ലാതെ അപ്പോഴത്തെ ദേഷ്യത്തിന് ഒരു കല്ലെടുത്ത് ഞാൻ അവരുടെ തലക്കടിച്ചു. അവിടെ വെച്ച് തന്നെ അവർ മരിച്ചു. ഞാൻ അപ്പോഴത്തെ ഭയം കൊണ്ട് അറിയാതെ ചെയ്തു പോയതാണ്. ഭയന്ന ഞാൻ അവരെ തലക്കടിക്കാൻ ഉപയോഗിച്ച കല്ലുമായി വീട്ടിലെത്തി കല്ല് കിണറ്റിൽ ഉപേക്ഷിച്ചു. ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അപ്പൻ ആ ലേഡി കോൺസ്റ്റബിളുടെ മരണത്തിന് പിന്നാലെ പോയതിനാൽ എന്നെ ഉപദ്രവിക്കുന്നതും കുറഞ്ഞു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ സമാധാനമായി ഉറങ്ങി തുടങ്ങി. പിന്നെ കുറച്ചുനാൾ എനിക്ക് സന്തോഷവും സമാധാനവും കിട്ടി. പക്ഷേ ആ സന്തോഷവും സമാധാനവും അധികനാൾ നീണ്ടു നിന്നില്ല. ആ കേസിൽ ഒരു തെളിവുമില്ലാത്തതിനാൽ അപ്പൻ കേസ് വിട്ടു. വീണ്ടും എന്നെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോഴേക്കും എന്റെ മനസ്സ് പറഞ്ഞു തുടങ്ങി, അടുത്തൊരാൾ കൊല്ലപ്പെട്ടാൽ ഒരുപക്ഷെ അപ്പൻ ആ കേസിന് പിന്നാലെ പോകുമെന്ന്. മനസമാധാനത്തിനായി ഞാൻ വീണ്ടും ഒരു സ്ത്രീയെ കൊന്നു. ക്രൈം സീനിൽ നിന്ന് എന്നെപ്പറ്റി ഒരു തെളിവും കിട്ടാത്തടുത്തോളം കൊല്ലപ്പെടുന്നവരും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതിനാലും അപ്പൻ എന്നെ പിടിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നീടുള്ള നാളുകളിൽ അപ്പനോടുള്ള ദേഷ്യം പല സ്ത്രീകളെ കൊന്നു തീർത്തു. പക്ഷേ എനിക്ക് ബ്ലഡ് ഇഷ്ടമല്ല, കൊല ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഒരു ദിവസം തുണി കഴുകി വിരിച്ചപ്പോഴാണ് കല്ലിന് പകരം കയർ ഉപയോഗിക്കാമെന്ന് തോന്നിയത്. അതാവുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കേണ്ട കാര്യമില്ല. ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ കണ്ണിലേക്ക് നോക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം. ഞാൻ ലൈബ്രറിയിൽ സ്ഥിരം പോയിരുന്നു, ബുക്കുകൾ വായിക്കുമായിരുന്നു. അങ്ങനെ റാൻഡമായി എടുത്ത പുസ്തകത്തിൽ നിന്നാണ് പ്രഷർ പോയിന്റ് അറ്റാക്കിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അറ്റാക്ക് ചെയ്യാൻ ഞാൻ വാഴയിൽ പരിശീലിച്ചു. കുറെ നാളത്തെ പരിശീലനത്തിന് ശേഷം ഞാനത് പഠിച്ചെടുത്തു. പിന്നീടുള്ള കൊലപാതകങ്ങളിലൊന്നും കല്ലിനടിച്ച് വീഴ്ത്താതെ പ്രഷർ പോയിന്റ് അറ്റാക്കിലൂടെ സ്ത്രീകളെ വീഴ്ത്തി കയർ ഉപയോഗിച്ച് കഴുത്തു മുറുക്കി കൊലപ്പെടുത്തി. ഈ കൊലപാതകങ്ങളൊന്നും തെളിയിക്കാൻ പറ്റാത്തതിനാൽ അപ്പൻ ട്രാൻസ്ഫർ വാങ്ങി മറ്റു സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. ഞാൻ അപ്പനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഓരോ കൊലപാതകങ്ങൾ ചെയ്തതെങ്കിലും നിരപരാധികളാണ് മരണപ്പെടുന്നത് എന്നുള്ളതിന്റെ കുറ്റബോധം എന്നെ അലട്ടി തുടങ്ങിയിരുന്നു. അങ്ങനെ അവരോട് ക്ഷമ ചോദിക്കാൻ അവരുടെ ഫോട്ടോസ് എടുത്ത് വെക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അപ്പൻ മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. പിന്നെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. SP ചോദിച്ചു, ഇപ്പോൾ നീ എന്തിനാണ് വീണ്ടും കൊലപാതകങ്ങൾ തുടങ്ങിയത്? കെന്നഡി പറഞ്ഞു, ഇപ്പോൾ ഞാൻ എന്തിനു കൊല ചെയ്യണം? 1979 ശേഷം ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇതെല്ലാം കേട്ടു നിന്ന പ്രകാശ് പറഞ്ഞു, സാർ, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങളുമായി ഇയാൾക്ക് ബന്ധമില്ല എന്നാണ്. കാരണം അയാളുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞു. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്
അയാൾ കൊല ചെയ്യുന്നത്. മാത്രമല്ല ഇയാൾക്ക് കൊല ചെയ്യുമ്പോൾ അവരുടെ കണ്ണിൽ നോക്കാൻ പേടിയാണ്. അതിനാൽ പിന്നിൽ നിന്നാണ് കഴുത്ത് മുറുക്കാറ്. എന്നാൽ ഇപ്പോഴത്തെ കൊലപാതകങ്ങൾ മുഴുവൻ മുന്നിൽ നിന്നാണ് കഴുത്ത് മുറുക്കിയിരിക്കുന്നത്. ഇതെല്ലാം കേട്ട് കെന്നഡി ചോദിച്ചു, ഇന്നത്തെ വാർത്തയിൽ ഞാൻ കണ്ടു കൊലപാതകയെ പിടിച്ചെന്നും അവൻ ആത്മഹത്യ ചെയ്തെന്നും. അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ ഇയാളെ ഡിന്നറിന് കൂട്ടിക്കൊണ്ടുവന്നത്. SP ചോദിച്ചു, ആ കൊലപാതകയെ പിടിച്ചതിന് നീ എന്തിനു സന്തോഷിക്കണം? അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊലപാതകി ആരാണെന്ന് അറിയാം. കെന്നഡി പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്റെ മകനെ കാണാൻ ഡൽഹിയിൽ പോകും. അങ്ങനെ ഒരു ദിവസം പോയിട്ട് വന്നപ്പോൾ എന്റെ വീട്ടിൽ എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നി. കറണ്ട് ഇല്ല, പല സാധനങ്ങളും മാറിക്കിടക്കുന്നു. റൂമിൽ കയറിയപ്പോൾ പിന്നിൽ നിന്നും ആരോ എന്റെ കഴുത്ത് മുറുകെ പിടിച്ചു. കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി കണ്ണും കയ്യും കെട്ടി ഒരു കസേരയിലിരുത്തി. കണ്ണ് കെട്ടിയിരിക്കുന്നത് കാരണം ആരാണ് ആ വ്യക്തിയെന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. അവൻ ഞാൻ ചെയ്ത ഒരു കൊലപാതകം നേരിൽ കണ്ടിട്ടുണ്ടെന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അവന്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു അത്. അവരുടെ പേര് നിർമ്മല. ഇതൊക്കെ അവൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അവന് എന്നിൽ നിന്നും അറിയേണ്ടിയിരുന്നത് ഞാൻ എങ്ങനെയാണ് കൊല്ലാൻ ഉദ്ദേശിക്കുന്നവരെ തട്ടിക്കൊണ്ടു പോയതിനെ കുറിച്ചാണ്. പ്രഷർ പോയിന്റ് അറ്റാക്കിനെ കുറിച്ച് ഞാൻ അവന് പറഞ്ഞു കൊടുത്തു. ഞാൻ അവന്റെ ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ, ആളെ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ഡൽഹിയിൽ നിന്നും തിരിച്ചു വന്ന സമയത്ത് പുറത്ത് അവന്റെ കാർ കിടക്കുന്ന കണ്ടായിരുന്നു. ഗ്രേ കളർ എസ്റ്റീം. മാത്രമല്ല ആ വണ്ടി റിവേഴ്സ് എടുത്തപ്പോൾ കുഞ്ഞു കുട്ടികൾ കളിക്കുന്ന തോക്കിൽ നിന്ന് വരുന്നത് പോലത്തെ ശബ്ദം കേട്ടു. ഇതൊക്കെ കേട്ടു നിന്ന പ്രകാശിന് പെട്ടെന്നൊരു കൊള്ളിയാൻ പോയി. മൂന്നാമതായി കൊല്ലപ്പെട്ട സയോനിയുടെ സ്കൂട്ടർ ഇരുന്ന വർക്ക്ഷോപ്പിൽ ഒരു കാർ റിവേഴ്സ് എടുത്തപ്പോഴുള്ള ബസറിന്റെ ശബ്ദം. അതെ, ആ കാറും എസ്റ്റീമായിരുന്നു. പ്രകാശ് ഇതിനു മുന്നേ ഈ കാറ് ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം SP-യോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കെന്നഡി ഓടി അടുക്കളയിൽ കയറി വാതിലടയ്ക്കും. കെന്നഡി പുറത്തുനിന്ന SP-യോടും പ്രകാശിനോടും പറഞ്ഞു, ഞാൻ ചെയ്ത പാപങ്ങൾ കാരണം എന്നായാലും ശിക്ഷ കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. ആ കൊലയാളിയെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇതൊന്നും ഒരു കാലത്തും എന്റെ മകൻ അറിയരുത്. ഇതെന്റെ ഒരു അപേക്ഷയാണ്. ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ മരണമാണ് എന്ന് പറഞ്ഞ ശേഷം അടുക്കളയിലെ സിലിണ്ടറിൽ നിന്നും ഗ്യാസ് ലീക്കാക്കും. ഗ്യാസിന്റെ സ്മെല്ല് കിട്ടിയ ഉടൻ തന്നെ SP പ്രകാശിനെയും കൊണ്ട് പിന്നിലേക്ക് മാറും. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് കെന്നഡി മരിക്കും. SP-യും പ്രകാശും പുറത്തേക്ക് മാറിയതിനാൽ രക്ഷപ്പെട്ടു. അതേസമയം NGOയിൽ ഒരാൾ കുറച്ചധികം പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് സിറോക്സ് എടുക്കുന്നു. ഇവനാണ് ഈ കഥയിലെ വില്ലൻ മുത്തുസെൽവൻ. സിറോക്സ് എടുത്ത പെൺകുട്ടികളുടെ ഡീറ്റെയിൽസുമായി അയാൾ വീട്ടിലെത്തി. സെൽവനും ഭാര്യയും തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. ആ സ്ത്രീക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണമായിരുന്നു അത്. അവരുടെ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി നടന്ന വിവാഹം. എന്നും അവരുടെ കുടുംബത്തിൽ അടിയും വഴക്കുമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ സ്ത്രീ മറ്റൊരാൾക്കൊപ്പം പോയി. ആ സ്ത്രീയോടുള്ള ദേഷ്യമാണ് ഇവൻ പാവപ്പെട്ട മറ്റു പെൺകുട്ടികളോട് തീർക്കുന്നത്. സെൽവൻ കുളിച്ചു കുട്ടപ്പനായി ടൂൾസ് എല്ലാം എടുത്ത് അവന്റെ അടുത്ത ഇരയെ തപ്പി ഇറങ്ങി. പ്രകാശും SP-യും കെന്നഡിയുടെ വീട്ടിൽ നിന്നും പ്രകാശ് കാർ കണ്ടു എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പിലെത്തി. ഓണർ വർക്ക്ഷോപ്പ് പൂട്ടി പോവാനൊരുങ്ങിയ ടൈമിലായിരുന്നു അവർ എത്തിയത്. പ്രകാശ് അന്നിവിടെ കണ്ട എസ്റ്റീം കാറിനെ കുറിച്ച് വർക്ക്ഷോപ്പ് ഓണറോട് ചോദിച്ചു. കാർ ഉടമയുടെ വീടറിയാമെന്ന് അയാൾ പറഞ്ഞു. അയാളെയും കയറ്റി കാർ ഉടമയെ കണ്ടെത്താൻ SP-യും പ്രകാശും പുറപ്പെട്ടു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവർ ആ വീട്ടിലെത്തി. വാതിൽ ചവിട്ടി തുറന്ന് അവിടെ മാകെ പരിശോധിച്ചപ്പോൾ ആരുമില്ല. SP നോക്കിയപ്പോൾ പ്രഷർ പോയിന്റ് അറ്റാക്ക് പരിശീലിക്കാൻ ഒരു ഡമ്മി മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നു. മാത്രമല്ല നിലവിൽ കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെയും മറ്റു കുറച്ച് പെൺകുട്ടികളുടെയും ഡീറ്റെയിൽസിന്റെ പ്രിന്റ് ഔട്ട് അവിടെ ഇരിപ്പുണ്ട്. ഡ്രോയർ തുറന്നപ്പോൾ മുത്തുസെൽവന്റെ NGOയിലെ ID കാർഡ് കിട്ടും. അതിൽ അയാളുടെ ഫോട്ടോയുമുണ്ട്. പ്രകാശ് മറ്റൊരു ടേബിൾ പരിശോധിച്ചപ്പോൾ കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ ഫോട്ടോസ് അവരെ കൊല്ലുന്നതിന് മുന്നേ എടുത്ത് സൂക്ഷിച്ചിരിക്കുന്നു. മാത്രമല്ല ഒരേ കോഫി ഷോപ്പിലെ കുറച്ചധികം ബില്ലും കിട്ടി. പ്രകാശ് ബില്ല് SP കാണിച്ചിട്ട് ചോദിച്ചു, സാർ എന്തിനായിരിക്കും ഒരേ ദിവസം തന്നെ പല പ്രാവശ്യം ഇവൻ ഈ കോഫി ഷോപ്പിൽ പോകുന്നത്? SP-യും പ്രകാശും നേരെ കോഫി ഷോപ്പിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് പ്രകാശ് ചോദിച്ചു, സാർ കെന്നഡി സ്ത്രീകളെ കൊല്ലുന്നതിന് മുന്നേ ഫോട്ടോ എടുത്തതിന്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവൻ എന്തിനാണ് ഈ പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. SP വീണ്ടും വീണ്ടും ഫോട്ടോ നോക്കിയിട്ട് പറഞ്ഞു, ഇവന്റെ കല്യാണ ഫോട്ടോ വീട്ടിലെ ചുവരിൽ ഞാൻ കണ്ടതാണ്. ഇവന്റെ ഭാര്യയ്ക്ക് നുണക്കുഴിയുണ്ട്. നിലവിൽ കൊല്ലപ്പെട്ട എല്ലാ പെൺകുട്ടികൾക്കും നുണക്കുഴിയുണ്ട്. ഇവന്റെ ഭാര്യയോടുള്ള ദേഷ്യമാണ് മറ്റു പെൺകുട്ടികളിൽ തീർക്കുന്നത്. അപ്പോഴേക്കും അവർ കോഫി ഷോപ്പിലെത്തി. സെൽവന്റെ NGOയിലെ ID കാർഡ് കാണിച്ച ശേഷം കോഫി ഷോപ്പിലെ സ്റ്റാഫിനോട് SP ചോദിച്ചു, ഇയാൾ ഇവിടെ വരാറുണ്ടോ?
സ്റ്റാഫ് പറഞ്ഞു കഴിഞ്ഞ 2 ദിവസമായി ഇദ്ദേഹം സ്ഥിരം വരാറുണ്ട്. കോഫിയും കേക്കും വാങ്ങിക്കും. ഒരു ടേബിൾ ചൂണ്ടിക്കാണിച്ചിട്ട് സ്റ്റാഫ് പറഞ്ഞു അവിടെ ഇരുന്ന് പുറത്തേക്ക് നോക്കിയാണ് അയാൾ അത് കഴിക്കുന്നത്. എസ്പിയും പ്രകാശും ആ ടേബിളിനടുത്തെത്തി. നിലവിൽ ഒരു ചെയറാണ് അവിടെ ഉള്ളത്. അവിടെ നിന്നും പുറത്തേക്ക് നോക്കിയപ്പോൾ തൊട്ടടുത്ത് ഒരു ഹോട്ടൽ. അവിടെ പല്ലവി സിംഗ് എന്ന പെൺകുട്ടിയുടെ പ്രോഗ്രാം ഉണ്ട്. ആ പെൺകുട്ടിക്കുമുണ്ട് നുണക്കുഴി. ആ കാര്യം ആക്ഷനിലൂടെ പ്രകാശ് എസ്പിയെ കാണിക്കും. പ്രകാശിനോട് കാറിൽ വെയിറ്റ് ചെയ്ത് സെൽവൻ വന്നാൽ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് എസ്പി ഹോട്ടലിലേക്ക് പോകും. എസ്പി ആ പെൺകുട്ടിയോട് നേരിൽ സംസാരിക്കും. കൊലയാളി 2 ദിവസമായി കോഫി ഷോപ്പിലിരുന്ന് നിരീക്ഷിക്കുന്ന കാര്യം അവരോട് പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, സാർ ഞാൻ ഇന്ന് രാവിലെയാണ് ഈ സ്ഥലത്തെത്തിയത്. പിന്നെ എങ്ങനെയാണ് 2 ദിവസമായി കൊലയാളി എന്നെ നിരീക്ഷിക്കുന്നത്? എവിടെയോ പണി പാളിയെന്ന് എസ്പിക്ക് മനസ്സിലായി. പുറത്തിറങ്ങിയ എസ്പി പ്രകാശിനെ വിളിച്ചു പറഞ്ഞു കൊലയാളി ഈ പെൺകുട്ടിയെ അല്ല തട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതേസമയം സെൽവൻ അടുത്ത് തന്റെ ഇരയെ പൊക്കാനെത്തി. ഏതോ ഒരു റൂമിന്റെ മുന്നിൽ ചെന്ന് കോളിംഗ് ബെൽ മുഴക്കും. ആ റൂം തുറന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് വീണയാണ് സെൽവന്റെ അടുത്ത ടാർഗറ്റ്. വീണ വാതിൽ തുറന്നതും സെൽവൻ സ്വന്തം കഴുത്തിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് വീണു. വീണ രക്ഷിക്കാനായിട്ട് ഓടി അയാളുടെ അടുത്തെത്തി. തന്റെ ഇൻഹെയിലർ പുറത്ത് കാറിലാണ് ഉള്ളത്, അത് എടുത്തു തരണമെന്ന് വയ്യാത്ത രീതിക്ക് അഭിനയിച്ച് കാറിന്റെ താക്കോൽ വീണയ്ക്ക് കൊടുക്കും. അവിടെ ആരെയും കാണാത്തതിനാൽ ഇൻഹെയിലർ എടുക്കാൻ വീണ തന്നെ കാറിനടുത്തേക്ക് പോകും. അതേസമയം പ്രകാശ് എസ്പിയുടെ കോള് കിട്ടിയതിനു ശേഷം കോഫി ഷോപ്പിലേക്ക് നോക്കിയപ്പോൾ കൊലയാളി വന്ന് ഇരിക്കുമെന്ന് പറഞ്ഞ ടേബിളിൽ നിലവിൽ 2 ചെയർ ഇട്ടിരിക്കുന്നു. പ്രകാശ് ഓടി വന്ന് രണ്ടാമതിട്ട ചെയറിൽ ഇരുന്ന് പുറത്തേക്ക് നോക്കും. കൃഷ്ണ പാർക്ക് ലോഡ്ജ്, അതായത് ഇവർ താമസിച്ചിരുന്ന ലോഡ്ജ്. പ്രകാശിന് ഡൗട്ട് തോന്നും, ഒരുപക്ഷെ സെൽവന്റെ അടുത്ത ടാർഗറ്റ് വീണയാണെങ്കിലോ എന്ന്. അവൻ ഫോണെടുത്ത് വീണയെ വിളിച്ചിട്ട് പറഞ്ഞു കൊലയാളി അവിടെ എവിടെയോ ഉണ്ട്, ഒരിക്കലും ഹോട്ടലിന് പുറത്ത് വരരുത്. ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് വരാം. അവന്റെ അടുത്ത ടാർഗറ്റ് നീയാണെന്നാണ് തോന്നുന്നത്. എന്നാൽ വീണ അതേ കൊലയാളിയുടെ കാറിൽ ഇൻഹേലർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. വീണയ്ക്ക് തന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് തോന്നി. അതെ, കൊലയാളി മുത്തുസെൽവൻ. പ്രകാശിന്റെ കോൾ നിൽക്കവേ തന്നെ കൊലയാളി വീണയെ തട്ടിക്കൊണ്ടുപോകും. സെൽവന്റെ കാർ പിന്നിലേക്ക് എടുക്കുമ്പോഴുള്ള ബസറിന്റെ ശബ്ദം പ്രകാശ് കേൾക്കും. അങ്ങോട്ടേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ അവൻ വീണയും കൊണ്ട് കടന്നു. അപ്പോഴേക്കും എസ്പി കാറിനടുത്തെത്തി. പ്രകാശ് വീണയെ സെൽവൻ തട്ടിക്കൊണ്ടുപോയ കാര്യം എസ്പിയോട് പറഞ്ഞു. അവർ കാറുമായി സെൽവന്റെ പിന്നാലെ പോകും. കുറച്ചു ദൂരം മെയിൻ റോഡ് ഓടിക്കഴിഞ്ഞപ്പോൾ സെൽവൻ ഒരു കാട്ടിലേക്കുള്ള വഴി കയറും. സെൽവൻ പൊടിപടലങ്ങൾ പറപ്പിച്ചു പാഞ്ഞു. പൊടിയായതിനാൽ പിന്നാലെ വന്ന എസ്പിക്കും പ്രകാശിനും വഴി കാണാൻ പറ്റാതെ പെടും. ഇടയ്ക്ക് വെച്ച് അവനെ മിസ്സാകും. സെൽവൻ കാടിനുള്ളിലെ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു കെട്ടിടത്തിനുള്ളിലെത്തി. വീണയെ തോളിലേറ്റി കാറിന്റെ ഡോർ അടയ്ക്കും. ആ ശബ്ദം കേട്ട് തൊട്ടടുത്ത മരത്തിലെ കിളികൾ കൂട്ടത്തോടെ പറന്നു. കിളികൾ കൂട്ടത്തോടെ പറന്നത് ശ്രദ്ധിച്ച എസ്പിയും പ്രകാശും അങ്ങോട്ടേക്ക് എത്തും. സെൽവൻ വീണയുടെ തല പിന്നിലേക്ക് വലിച്ച് കൈകാലുകൾ കെട്ടി. പ്രകാശ് നടന്നു വരുന്ന സമയത്ത് അറിയാതെ ഒരു ചെറിയ ചില്ലയിൽ ചവിട്ടും. ആ ശബ്ദം കേട്ട് ആരോ ഇങ്ങോട്ട് വരുന്നു എന്ന് മനസ്സിലാക്കി സെൽവൻ അവിടെ നിന്നും മാറും. ഉള്ളിലേക്ക് വന്ന എസ്പിയും പ്രകാശും വീണയെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. പ്രകാശ് ഓടി വീണയെ രക്ഷിക്കാൻ ചെല്ലും. എന്നാൽ എസ്പിയുടെ തൊട്ട് പിന്നിൽ വന്ന സെൽവൻ മുതുകിലും കയ്യിലുമെല്ലാം കത്തികൊണ്ട് കുത്തും. എന്നാലും എസ്പിയെ വീഴ്ത്താൻ അവന് പറ്റില്ല. എസ്പി പിടിച്ചു നിന്ന് പ്രതിരോധിക്കും. ഇയാൾ വീഴില്ലാന്ന് കണ്ടപ്പോൾ സെൽവൻ പ്രഷർ പോയിന്റ് അറ്റാക്കിലൂടെ അയാളെ വീഴ്ത്തും. പിന്നെ പ്രകാശിനെ നേരിടും. ഇതിനിടയ്ക്ക് എസ്പിയുടെ തോക്ക് കൊലയാളിയുടെ കയ്യിൽ കിട്ടും. പ്രകാശിന് നേരെ ഒരു വെടി വെക്കുമെങ്കിലും അത് കൊള്ളില്ല. രണ്ടാമത് വെടിവെക്കാൻ നോക്കുമ്പോൾ അത് നടക്കില്ല. ഇത് കണ്ട പ്രകാശ് ഒരു കല്ലെടുത്ത് കൊലയാളിയുടെ നേർക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന തോക്ക് ഇപ്പോൾ ഒരു കല്ല് പോലെയാണ്. കാരണം കാട്രിഡ്ജ് ആ തോക്കിന് പുറത്തേക്ക് പോകാതെ അതിൽ സ്റ്റക്കായിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു കല്ലെടുത്ത് വീണ്ടും അവന്റെ തലയ്ക്ക് തന്നെ എറി. അത് തലയ്ക്ക് തന്നെ കൊള്ളുകയും ചെയ്യും. ദേഷ്യം വന്ന കൊലയാളി കയ്യിലെ തോക്കെടുത്ത് പ്രകാശിന് നേർക്കെറിയും. ആ തോക്ക് പിടിച്ച് അതിന്റെ മെക്കാനിസം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കൊലയാളിക്ക് നേരെ ചൂണ്ടിയിട്ട് കീഴടങ്ങാൻ പറഞ്ഞു. പക്ഷേ അതിന് വഴങ്ങാതെ അവൻ മുന്നോട്ട് വന്നു. ഇനി ഇവനോട് ദയ കാണിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ പ്രകാശ് കൊലയാളിയെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തും. അടുത്ത ദിവസം വീണയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ചെറിയ പരിക്കുകളുണ്ട്. മുറിവിൽ മരുന്നെല്ലാം വെച്ച ശേഷം പ്രകാശും എസ്പിയും അവിടെ നിന്നും ഇറങ്ങും. പ്രകാശ് താമസിച്ചിരുന്ന വീട്ടിൽ വന്ന് ഡ്രസ്സെല്ലാം എടുത്ത് പോകാനൊരുങ്ങുമ്പോൾ തൊട്ടടുത്തെ കുഞ്ഞു പയ്യന്റെ വീട്ടിൽ വീണ്ടും കുടുംബവഴക്ക്. പ്രകാശ് നോക്കിയപ്പോൾ അവൻ വിഷമിച്ച് വീടിന് പുറത്തു വന്നിരിക്കുന്നു. പ്രകാശ് നേരെ ആ വീട്ടിലെത്തി. പുറത്ത് വിഷമിച്ചിരുന്ന ചെക്കന് ഒരു MP3 പ്ലെയർ കൊടുത്തു. അകത്ത് കയറി അവന്റെ അപ്പനോടും അമ്മയോടും എന്തോ പറഞ്ഞു. പെട്ടെന്ന് ആ വീട്ടിലെ വഴക്ക് തീർന്നു. അവന്റെ അമ്മ പുറത്തേക്ക് വന്ന് ആ കുഞ്ഞു പയ്യനെ ചേർത്ത് പിടിക്കും. ഇതെല്ലാം എസ്പി കാണുന്നുണ്ടായിരുന്നു. കാറിലേക്ക് തിരിച്ചു വന്ന പ്രകാശിനോട് എസ്പി ചോദിച്ചു, നീ അവരോട് എന്താണ് പറഞ്ഞത്? പ്രകാശ് പറഞ്ഞു, നിങ്ങൾ മാതാപിതാക്കളുടെ കടമ വൃത്തിയായി ചെയ്താൽ ഭാവിയിൽ പോലീസുകാരുടെ ജോലി കുറഞ്ഞിരിക്കുമെന്ന്. എസ്പി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, നമുക്ക് അടുത്ത കേസ് അസൈൻ ആയിട്ടുണ്ട്. ഇവിടെ വെച്ച് ഈ കഥ അവസാനിക്കും.